അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇസ്ലാമിൻ്റെ വിമർശകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പൊതുവിൽ ഉന്നയിക്കാറുള്ള ഒരു ആക്ഷേപമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം. ഇതുമായി ബന്ധപ്പെട്ട് പൊതുവിൽ അവർ പറയാറുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വിവാഹത്തിന് ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹ നിർബന്ധിതയാക്കപ്പെടുകയായിരുന്നു ഉണ്ടായത്. അവർക്ക് ഈ ഒരു വിവാഹത്തിന് സമ്മതമല്ലായിരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഖൈബർ യുദ്ധത്തിന് ശേഷമാണ് ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹ യുദ്ധത്തടവുകാരിൽ ഒരാളായിട്ട് മുസ്ലിങ്ങളുടെ അടുക്കൽ എത്തുന്നത്. ആദ്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ഒരു സഹാബിയായിരുന്ന ദിഹ്യ അൽ കൽബിയുടെ അധീനതയിലായിരുന്നു ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹ വന്നത്. അപ്പം ചില സഹാബികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോവുകയും, ഹസ്രത്ത് സഫിയ എന്ന് പറയുന്നത് യഹൂദികളുടെ നേതാവായ അല്ലെങ്കിൽ യഹൂദികളുടെ തലവനായിരുന്ന ഹുയ്യ് ബിൻ അഖ്തബിൻ്റെ മകളാണ്. അതുകൊണ്ട് തന്നെ ഒരു സമുദായത്തിൻ്റെ നേതാവിൻ്റെ അല്ലെങ്കിൽ തലവൻ്റെ മകൾ എന്നുള്ള നിലക്ക് ഏതെങ്കിലും ഒരു വ്യക്തി അവരെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ശരിയല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള വ്യക്തി താങ്കളാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹ മുഹമ്മദ് നബിയുടെ അടുക്കൽ എത്തുന്നത്. പിന്നെ അതിനെ തുടർന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്യാമെന്ന് പറയുകയും പിന്നീട് അവരുടെ വിവാഹം നടക്കുകയാണ് ചെയ്തത് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊതുവിൽ വിമർശകർ പറയാറുള്ളത്. കാരണം ഈ ഒരു സർക്കംസ്റ്റൻസസ് നോക്കുമ്പോൾ അവർ പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു അവസ്ഥകൾ നമ്മൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും, ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹക്ക് അവിടെ യാതൊരു ചോയ്സോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നിവൃത്തിയോ ഉണ്ടായിരുന്നില്ല. കാരണം യുദ്ധത്തടവുകാരിയായിട്ടാണ് അവർ വരുന്നത്, യാതൊരു സ്വാതന്ത്ര്യവും അവർക്കില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ സ്വാതന്ത്ര്യം നേടുക എന്നുള്ളതിന് ആകെ ഒരു മാർഗ്ഗമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ടുള്ള ആ ഒരു വിവാഹത്തിന് തയ്യാറാവുക അല്ലെങ്കിൽ സമ്മതം മൂളുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സർക്കംസ്റ്റൻസസ് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം, ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹ ഈ ഒരു വിവാഹത്തിന് ഒരു നിർബന്ധിതാവസ്ഥയിലാണ് തയ്യാറായത് എന്ന്. ഇനി ഏതെങ്കിലും രീതിയിലുള്ള ഒരു സമ്മതം അവർ ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹ മൂളിയിരുന്നു എന്നുള്ള സൂചനകൾ എന്തെങ്കിലും നമുക്ക് ചരിത്രത്തിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സർക്കംസ്റ്റൻസസ് വെച്ച് നോക്കിയാൽ ഒരിക്കലും തന്നെ അത് പരിപൂർണ്ണ മനസ്സോടുകൂടിയുള്ളൊരു സമ്മതമല്ല എന്നേ നമുക്ക് മനസ്സിലാക്കാൻ നിർവാഹമുള്ളൂ എന്നാണ് അവർ പൊതുവിൽ പറയാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുമായി ബന്ധപ്പെട്ട ചരിത്ര വസ്തുതകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹ പരിപൂർണ്ണ സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ പരിപൂർണ്ണ മനസ്സോടുകൂടി യാതൊരു നിർബന്ധത്തിനും വഴങ്ങാതെയാണ്, പരിപൂർണ്ണ താല്പര്യത്തോടു കൂടിയിട്ടാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ടുള്ള ഈ ഒരു വിവാഹത്തിന് തയ്യാറായത് എന്നാണ് ചരിത്ര വസ്തുതകൾ പരിശോധിച്ചാൽ നമുക്കിത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരടിസ്ഥാന കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിക അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു വിവാഹം സാധുവാകണമെങ്കിൽ, അതായത് ഒരു വിവാഹം വാലിഡ് ആകണമെങ്കിൽ അതിൽ ഇരു കൂട്ടരുടെയും, അതായത് വരൻ്റെയും വധുവിൻ്റെയും പരിപൂർണ്ണ സമ്മതം ഉണ്ടാകേണ്ടത് നിർബന്ധമാണ്. ഏതെങ്കിലും ഒരു, അതായത് വരൻ്റെയോ വധുവിൻ്റെയോ സമ്മതം ഇല്ലെങ്കിൽ ആ ഒരു വിവാഹം ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ നോക്കുകയാണെങ്കിൽ അത് ശരിയായൊരു വിവാഹമല്ല, ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു സാധുവായിട്ടുള്ള വിവാഹമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ നടന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ഒരു സ്ത്രീ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയും തൻ്റെ പിതാവ് തൻ്റെ വിവാഹം തൻ്റെ സമ്മതമില്ലാതെ, തൻ്റെ ഇഷ്ടമില്ലാതെ ഒരു സ്ഥലത്ത് നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ നിക്കാഹ് ഞാൻ ഇവിടെ വെച്ച് തന്നെ അസാധുവാക്കുന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വിവാഹം സാധു ആകണമെങ്കിൽ തന്നെ അതിന് ഇരു കൂട്ടരുടെയും സമ്മതം വേണം. അപ്പം ഇങ്ങനെയിരിക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ഒരു വിവാഹം ഇതിന് ഘടകവിരുദ്ധമാണ് എന്ന് പറയുന്നത് അത് യുക്തിപരമായിട്ടും ശരിയല്ല എന്ന് മാത്രമല്ല, നമ്മൾ വസ്തുതകൾ പരിശോധിക്കുമ്പോഴും അതിൽ യാതൊരു യാഥാർത്ഥ്യവും ഇല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട, അത് ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ചരിത്ര വസ്തുതകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ പരിപൂർണ്ണ മനസ്സോടു കൂടിയിട്ടാണ് ഇതിന് തയ്യാറായത് എന്ന് വളരെ കൃത്യമായിട്ട് ഹദീസ് നിവേദനങ്ങളിലും അതുപോലെ തന്നെ ചരിത്ര രേഖകളിലും വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹ ഈ ഖൈബർ യുദ്ധത്തിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നതിന് ശേഷം അവർ തമ്മിലുണ്ടായിട്ടുള്ള ഒരു സംസാരം അത് വളരെ വിശദീകരിച്ച് തന്നെ ചരിത്രത്തിൽ രേഖപ്പെട്ടിട്ടുള്ള നമുക്ക് കാണാം. ഉദാഹരണത്തിന് ഇമാം അഹ്മദ് തൻ്റെ മുസ്നദിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു റിവായത്ത്, ഒരു നിവേദനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് മുസന്നഫ് അബ്ദുർ റസാഖിനും കാണാൻ സാധിക്കും ഈ ഒരു നിവേദനം. അതായത് ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹ മുഹമ്മദ് നബി അടുക്കൽ വന്നപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ചോയ്സ് കൊടുത്തു, ഖയ്യറഹ, അവർക്ക് ഇഖ്തിയാർ കൊടുത്തു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ചോയ്സ് കൊടുത്തത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നുകിൽ നിന്നെ ഞാൻ വിവാഹം ചെയ്യാം,
അതല്ലെങ്കിൽ നിനക്ക് തിരിച്ച് നിൻ്റെ സമുദായത്തിലുള്ള ആളുകളുടെ അടുത്തേക്ക് തിരിച്ചു പോകാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വളരെ കൃത്യമായിക്കൊണ്ട് ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹ പറയുന്നത് ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയുമാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കൊരു ചോയ്സ് കൊടുത്തിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ അല്ലെങ്കിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നിൽക്കാനാണ് ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹ ആഗ്രഹിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. ഇതുകൂടാതെ മറ്റൊരു റിവായത്തിൽ തബഖാത്ത് ഇബ്നു സഅദിൽ വന്നിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇസ്ലാമും യഹൂദമതവും തമ്മിലുള്ള ഒരു ചോയ്സാണ് കൊടുത്തത് എന്ന്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഇഖ്താരി, നീ സ്വയം തീരുമാനിച്ചു കൊള്ളുക, അതല്ലെങ്കിൽ നീ സ്വന്തം തിരഞ്ഞെടുത്തു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇൻ ഇഖ്തർത്തിൽ ഇസ്ലാമ ഫ അംസക്തുകി ലിനഫ്സി, അതായത് നീ ഇസ്ലാം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ വിവാഹം ചെയ്യുന്നതാണ്. അതല്ല നീ യഹൂദ മതമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിൻ്റെ സമുദായത്തിലുള്ള നിൻ്റെ ഖൗമിലുള്ള ആളുകളിലേക്ക് നീ സ്വതന്ത്രയാക്കപ്പെട്ടുകൊണ്ട് നിനക്ക് തിരിച്ചു പോകാവുന്നതാണെന്ന്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഒന്നുകിൽ നിനക്ക് മുസ്ലിമാകാം, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ വിവാഹം ചെയ്യാം. ഇനി അതല്ല നീ യഹൂദ മതത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ നിനക്ക് സ്വതന്ത്രയായിക്കൊണ്ട് നിൻ്റെ ഖൗമിലേക്ക് നിൻ്റെ സമുദായത്തിലുള്ള ആളുകളിലേക്ക് തിരിച്ചു പോകാം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴും ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹ മുസ്ലിം ആകാനും ഇസ്ലാമിൽ തുടരാനുമാണ് ആഗ്രഹിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ചരിത്ര വസ്തുതകളിൽ ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹ ഇങ്ങനെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതായത് സഫിയ റളിയല്ലാഹു അൻഹ പറയുകയാണ് ഞാനിവിടെ, അതായത് ആ ഒരു കൂടിക്കാഴ്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമായിട്ട് നടക്കുന്ന ആ ഒരു കൂടിക്കാഴ്ച അങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇസ്ലാം അതിയായി ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ താങ്കളുടെ സത്യതയും എനിക്ക് ബോധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും തന്നെ അവിശ്വാസത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇസ്ലാമിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹും അവൻ്റെ റസൂലുമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹ പറഞ്ഞത് നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹയ്ക്ക് പരിപൂർണ സമ്മതമായിരുന്നു ഈ ഒരു വിവാഹത്തിന്. അതായത് എല്ലാ രീതിയിലുള്ള ചോയ്സും ഉണ്ടായിരുന്നു. ഒന്നുകിൽ അവർക്ക് മുസ്ലിം ആയിക്കൊണ്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വിവാഹം ചെയ്തുകൊണ്ട് ജീവിക്കാം, അതല്ലെങ്കിൽ തൻ്റെ സമുദായത്തിലേക്ക് യഹൂദമതത്തിൽ തന്നെ തുടർന്നുകൊണ്ട് സ്വതന്ത്രയായിക്കൊണ്ട് തൻ്റെ സമുദായത്തിലേക്ക് തിരിച്ചു പോകാം. ഇങ്ങനെ ഉണ്ടായിട്ടും ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹ മുസ്ലിം ആയിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്യാനാണ് ആഗ്രഹിച്ചത് എന്നതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇവിടെ മറ്റൊരു കാര്യം വിമർശകർ ഉന്നയിക്കാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്, അതായത് തൻ്റെ കുടുംബക്കാരെല്ലാം തന്നെ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണ്, അത് തൻ്റെ സഹോദരനും ഭർത്താവും എല്ലാം തന്നെ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആ ഒരു അവസ്ഥയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നടന്ന ഒരു കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇസ്ലാം സ്വീകരിക്കുകയും അതുപോലെ തന്നെ പ്രവാചകനുമായിട്ടുള്ള ഒരു വിവാഹത്തിന് പരിപൂർണ മനസ്സോടുകൂടി സമ്മതം അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് വിമർശന രീതിയിൽ ഇവർ ആക്ഷേപം ഉന്നയിക്കാറുണ്ട്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ ചരിത്ര വസ്തുതകൾ എന്താണെന്ന് അറിയാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടും അത് മനഃപൂർവ്വം വിസ്മരിക്കുന്നത് കൊണ്ടോ അങ്ങനെ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇവർ ഉന്നയിക്കാറുള്ളത്. ഇവിടെ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും തന്നെ ആ ഒരൊറ്റ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ചത്. നേരെ മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനാണ്, അല്ലെങ്കിൽ ഇസ്ലാം സത്യമതമാണ് എന്നുള്ള കാര്യം ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹയ്ക്ക് മുമ്പേ തന്നെ അറിയാമായിരുന്നു. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു കൂടിക്കാഴ്ചയിൽ തന്നെ ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാനിങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഇസ്ലാം വളരെ പ്രിയപ്പെട്ടതായിരുന്നു, താങ്കൾ വളരെ പ്രിയപ്പെട്ടതായിരുന്നു എന്ന് ഹസ്രത്ത് സഫിയ പറയുന്നുണ്ട്. പക്ഷേ അതുകൂടാതെ വളരെ മുമ്പ് തന്നെ ഹസ്രത്ത് സഫിയക്ക് ഇസ്ലാമിൻ്റെ സത്യതയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയും പരിപൂർണ്ണ ബോധ്യത്തോടു കൂടി മനസ്സിലായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തൻ്റെ വിവാഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് നടക്കും എന്നുള്ള ഒരു സൂചനയും ഒരു ദൈവിക സൂചന, ഒരു സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹയ്ക്ക് ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായി എന്തായിരുന്നു ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹയുടെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ആ ഒരു വിശ്വാസപരമായ കാഴ്ചപ്പാട്? ഇതുമായി ബന്ധപ്പെട്ട വളരെ സ്പഷ്ടമായൊരു നിവേദനം ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ആ ഒരു സമയത്ത് ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹ പറയുകയാണ് തൻ്റെ പിതാവും പിതൃ സഹോദരനും, അതായത് സഫിയ റളിയല്ലാഹു അൻഹയുടെ പിതാവായ ഹുയ്യ് ബിൻ അഖ്തബും അവരുടെ സഹോദരനായ അബു യാസിറും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പോയി മദീനയിലേക്ക് വന്ന ഒരു സന്ദർഭത്തിൽ.
അങ്ങനെ പോയിട്ട് തിരിച്ചവർ വീട്ടിലേക്ക് വരികയാണ്. സന്ധ്യാസമയത്താണ് വരുന്നത്. വളരെ നിരാശരായിട്ടാണ് വരുന്നത്. അവരുടെ മുഖത്ത് വളരെയധികം നിരാശയുണ്ട്. അപ്പോൾ സഫിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അവർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അബൂ യാസിർ, അതായത് ഹുയ്യ ബിൻ അഖ്തബിൻ്റെ സഹോദരൻ, സഫിയ റളിയല്ലാഹു അൻഹയുടെ പിതൃ സഹോദരൻ തൻ്റെ സഹോദരനായ ഹുയ്യ ബിൻ അഖ്തബിനോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഹുവ ഹുവ്, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ചോദിക്കുകയാണ്, അത് അദ്ദേഹം തന്നെയാണോ? കാരണം യഹൂദികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവാചകൻ അവർക്ക് വരാനുണ്ട് എന്നുള്ള സുവാർത്ത അവർക്കുണ്ട്. അപ്പോൾ ആ പ്രവാചകൻ തന്നെയാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഹുയ്യ ബിൻ അഖ്തബ് മറുപടി പറയുകയാണ്, തീർച്ചയായിട്ടും അത് അദ്ദേഹം തന്നെയാണ്. അബൂ യാസിർ വീണ്ടും ചോദിക്കുന്നു, താങ്കൾക്ക് ഉറപ്പാണോ, താങ്കൾ കൃത്യമായി തിരിച്ചറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ പറയും, അതെ, വളരെ കൃത്യമായിട്ട് എനിക്കറിയാം അത് ആ പ്രവാചകൻ തന്നെയാണ് എന്ന്. പിന്നീട് അബൂ യാസിർ ചോദിക്കുകയാണ്, അപ്പോൾ താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് താങ്കളുടെ തീരുമാനമെന്ന് ചോദിക്കുമ്പം ഹുയ്യ ബിൻ അഖ്തബ് പറയുകയാണ്, അദാവത്തുഹു വല്ലാഹി മാ ബഖീത്, അതായത് ഞാൻ മരണം വരെ, അള്ളാഹുവാണ്, ഞാൻ മരണം വരെ അദ്ദേഹത്തോട് ശത്രുത പുലർത്തും, അദ്ദേഹത്തെ എതിർക്കുമെന്ന്. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ഹസരത്ത് സഫിയ റളിയല്ലാഹു അൻഹ തൻ്റെ പിതാവിൻ്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സത്യപ്രവാചകനാണ്. ആ ഒരു സത്യത അവർ തൻ്റെ പിതാവിൻ്റെ നാവിലൂടെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. എന്ന് മാത്രമല്ല, ആ സത്യം തിരിച്ചറിഞ്ഞിട്ടും തൻ്റെ പിതാവ് ആ പ്രവാചകനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ആ പ്രവാചകനോട് ശത്രുത പുലർത്തുമെന്നും എതിർക്കുമെന്നുമാണ് പറഞ്ഞത് എന്നും ഹസരത്ത് സഫിയ റളിയല്ലാഹു അൻഹ വളരെ കൃത്യമായിട്ട് കേട്ടതാണ്. കേട്ടു എന്ന് മാത്രമല്ല, തുടർന്നുള്ള ജീവിതത്തിൽ ഹുയ്യ ബിൻ അഖ്തബ് ഏത് രീതിയിലാണ് മുസ്ലിങ്ങളെ എല്ലാം തന്നെ ഉപദ്രവിച്ചതെന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാം. അത് സഫിയ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലും അവർ നേരിട്ട് കണ്ടിട്ടുള്ള, അതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളൊരു വസ്തുതയാണ്. ഏത് രീതിയിലാണ് ഹുയ്യ ബിൻ അഖ്തബ് മുസ്ലിങ്ങൾക്കെതിരെ വിവിധ ഗോത്രങ്ങളെ യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിച്ചതെന്നും അനീതിയിലും ക്രൂരതയിലും അധിഷ്ഠിതമായിട്ടുള്ള, വിശ്വാസവഞ്ചനയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവൃത്തികൾ എങ്ങനെയാണ് ചെയ്തത് എന്നെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ അവർ കണ്ടിട്ടുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇതെല്ലാം ചെയ്തത് തൻ്റെ പിതാവാണ് എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് സത്യം സത്യമല്ലാതാകുന്നില്ല, അതുപോലെ തന്നെ ശരിയല്ലാതാകുന്നില്ല എന്നുള്ള ആ ഒരു കാര്യം സഫിയ റളിയല്ലാഹു അൻഹ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സത്യത്തിനോടും നീതിയോടുമുള്ള ആ ഒരു പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് തുറന്ന് പ്രഖ്യാപിക്കാനുള്ളൊരു അവസരമുണ്ടായപ്പോൾ വളരെ കൃത്യമായിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ, ഇത് ഞാൻ മുമ്പേ ആഗ്രഹിച്ചൊരു കാര്യമാണ്, ഞാൻ മുമ്പേ ഇസ്ലാം ആഗ്രഹിച്ചിരുന്നു, ഞാൻ മുമ്പേ താങ്കളുടെ സത്യത്തെ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് തുറന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. അപ്പോൾ വളരെ വ്യക്തമാണ്, ഹസരത്ത് സഫിയ റളിയല്ലാഹു അൻഹ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യത മുമ്പേ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ വിവാഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നടക്കുമെന്നുമായി ബന്ധപ്പെട്ട് ഒരു സൂചനയും, ഒരു ദൈവിക സൂചനയും, ഒരു സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹസരത്ത് സഫിയക്കുണ്ടായിരുന്നു. അതായത് ഈ ഖൈബർ യുദ്ധത്തിനൊക്കെ തന്നെ കുറച്ച് മുമ്പായിട്ട് ഹസരത്ത് സഫിയ റളിയല്ലാഹു അൻഹ ഒരു സ്വപ്നം കാണുകയാണ്. അതായത് യസ്രിബിൽ നിന്നും ഒരു ചന്ദ്രൻ ഉയർന്നുകൊണ്ട് അവരുടെ മടിയിൽ, ഹസരത്ത് സഫിയയുടെ മടിയിൽ വീഴുന്നതായിട്ട് അവർ സ്വപ്നത്തിൽ കണ്ടു. ഇത് ഹസരത്ത് സഫിയ റളിയല്ലാഹു അൻഹ തൻ്റെ ഭർത്താവിനോട് ഈ ഒരു സ്വപ്നം പറഞ്ഞപ്പോൾ ഭർത്താവ് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് അവരുടെ മുഖത്തടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ യസ്രിബിൻ്റെ രാജാവിനെ കല്യാണം കഴിക്കാനാണോ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതായിരുന്നു ആ ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ വളരെ കൃത്യമായിട്ട് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കാണുന്നതിന് മുമ്പോ അതല്ലെങ്കിൽ ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുമ്പേ തന്നെ തൻ്റെ വിവാഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് നടക്കുമെന്നുള്ള ഒരു ദൈവിക സൂചനയും ഈ ഒരു സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹസരത്ത് സഫിയ റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിച്ചിരുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു രീതിയിലും യാതൊരു നിർബന്ധത്തിനും വഴങ്ങാതെ പരിപൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹസരത്ത് സഫിയ റളിയല്ലാഹു അൻഹ ഒന്ന് മുസ്ലിം ആകാൻ തീരുമാനിച്ചതും ഇസ്ലാം സ്വീകരിക്കാൻ തീരുമാനിച്ചതും അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ടുള്ള ആ ഒരു വിവാഹത്തിന് തയ്യാറായതുമെന്ന് നമുക്ക് കാണാം. പിന്നെ ഈ ഒരു വിവാഹത്തിന് ശേഷം അവരുടെ ജീവിതം ഏത് രീതിയിലുള്ളതായിരുന്നു, അവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം ഏത് രീതിയിലുള്ളതായിരുന്നു നമ്മൾ പരിശോധിക്കുമ്പോൾ അത് എത്രമാത്രം മാതൃകാപരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതമായിരുന്നു എന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഒരുപാട് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ രേഖപ്പെട്ടിട്ടുണ്ട്. ഏതെല്ലാം രീതിയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസരത്ത് സഫിയ റളിയല്ലാഹു അൻഹയോടുള്ള തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചതും അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പലപ്പോഴും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പല രീതിയിലുള്ള മനോവിഷമങ്ങൾ ഉണ്ടാകുമ്പോഴും ഏത് രീതിയിലായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സാന്ത്വനപ്പെടുത്തിയത് എന്നെല്ലാം തന്നെ ചരിത്രത്തിൽ രേഖപ്പെട്ടിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ഹസരത്ത് സഫിയ റളിയല്ലാഹു അൻഹയ്ക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു എന്നും പല സംഭവങ്ങളിലും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസുഖം ബാധിച്ചപ്പോൾ, വളരെയധികം പനി ബാധിച്ച് അസുഖം ബാധിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നൊരു സമയത്ത് ഹസരത്ത് സഫിയ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു അസുഖം എനിക്ക് വന്നിരുന്നെങ്കിൽ,
താങ്കൾക്ക് പകരം ഞാനായിരുന്നു ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എന്ന് ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അപ്പോൾ ഒരിക്കലും തന്നെ ഒരു നിർബന്ധപൂർവ്വം നടന്ന ഒരു വിവാഹമാണെങ്കിൽ, ഒരു രീതിയിലും ഇഷ്ടമില്ലാതെ നടന്നൊരു വിവാഹമാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മനസ്ഥിതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു അതിയായ ഇഷ്ടം ഒരിക്കലും തന്നെ ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ചുരുക്കത്തിൽ യാതൊരു നിർബന്ധത്തിനും വഴങ്ങാതെ, യാതൊരു നിർബന്ധിതാവസ്ഥയുടെയും അടിസ്ഥാനത്തിലല്ലാതെ പരിപൂർണ്ണ സമ്മതത്തോടുകൂടി, പരിപൂർണ്ണ മനസ്സോടു കൂടിയിട്ടാണ് ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്തതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും.